വീണ്ടും സംബിത് പാത്രയിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. കാരണം അദ്ദേഹം ദേശീയ വക്താവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഈ മഹാത്മാഗാന്ധിയുടെ ചിത്രം മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പൂർണ്ണമായി സാമ്പത്തിക മൂല്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മറുപടികളായി തിരിച്ചു വന്നത്. ഒരു ശകലം പോലും ഗാന്ധിയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടല്ല ഇവരാരും പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ സർക്കാർ നിലകൊള്ളുന്നത്, BJP തന്നെ നിലകൊള്ളുന്നത് എന്നതിൻ്റെ സൂചനയായി തന്നെ അതിനെ കാണാൻ കഴിയും. അങ്ങനെയല്ല, അദ്ദേഹം ആ നിലപാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഗാന്ധിജിയെ ഞങ്ങൾ ആരാധിക്കുന്നു, രാഷ്ട്രപിതാവായി അംഗീകരിക്കുന്നു. അതുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞതിന് കൂട്ടത്തിൽ പത്രക്കാർ ആരെങ്കിലും ഗാന്ധിയുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ മോഡി ഗവൺമെൻറ് ഈ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ 60 വർഷക്കാലത്തേക്കാൾ നന്നായിട്ട് മഹാത്മാഗാന്ധിയുടെ ആദർശം നടപ്പിൽ വരുത്തുന്നതിനും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി നിലപാടെടുത്തിട്ടുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇത്രമാത്രം ഈ അതിൻ്റെ കൂടിയത്. അല്ല, ബ്രാൻഡ് അതാണ് ഖാദി. ഇല്ല, അതൊരു ബോർഡാണ്. അവർ തീരുമാനിച്ചത് മോഡി അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആവണമെന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പല ആളുകളെ ആക്കുന്നുണ്ടല്ലോ. അതേപോലെ ആക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മോഡി അതിന് ശേഷം മഹാത്മാഗാന്ധി ഇല്ലാത്തതുകൊണ്ടല്ല, മോഡി ഇതിൻ്റെ അംബാസഡർ ആയതിനു ശേഷം ഖാദിയുടെ പ്രവർത്തനത്തെ വളരെ ഈ ഗവൺമെൻറ് NDA ഗവൺമെൻറ് കാലഘട്ടത്തിൽ മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിൽ അത് പറയുന്നുണ്ട്. അതേ ഇവിടെ ഗോവയിൽ വെച്ച് നടന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ എല്ലാ വിദേശ ആളുകൾക്കും കൊടുത്തത് ഖാദി വസ്ത്രങ്ങളാണ്, വിദേശ ആളുകൾക്ക്. മോഡിയുടെ പ്രവർത്തനങ്ങളെ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ മോഡിയുടെ ഭക്തർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഈ മറ്റ് BJP പ്രവർത്തകരോ MP മാരോ മന്ത്രിമാരോ ഒക്കെ തന്നെ മോദിയുടെ പ്രവർത്തനങ്ങളെ മോദി ഉദ്ദേശിക്കുന്ന കണ്ണിലൂടെ അല്ലേ കാണുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ? ഇത് അങ്ങനെയല്ലല്ലോ. ഇത് വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കലണ്ടറിലോ അല്ലെങ്കിൽ ഡയറിയിലോ മഹാത്മാഗാന്ധിയുടെ ഇതേ അടിക്കുന്നൊരു തീരുമാനമല്ല. അടിച്ചിട്ടുണ്ടാവും. ഇതല്ലാതെ സാരി അടിച്ചിട്ടുണ്ട്, മറ്റു കാര്യങ്ങൾ ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കുന്നത് നമുക്ക് മുമ്പേ നിലപാടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മഹാത്മാഗാന്ധിയുടെ ആദർശം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ജീവിതമാണ്, എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞു. ആ സന്ദേശത്തിനെ ഒരുപാട് തവണ നശിപ്പിച്ചവരാണ്, കൊല ചെയ്തവരാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഗാന്ധിജിയുടെ സന്ദേശത്തിന് കോൺഗ്രസ്സുകാർ അവകാശപ്പെടേണ്ട. ഗാന്ധിയെ മറന്നുപോയതാണ് കോൺഗ്രസ്. ആ ആദർശത്തെ നടപ്പിലാക്കാനാണ് മോഡി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാടിൽ ഉൾപ്പെടെ, മഹാത്മാഗാന്ധി ജനിച്ച നാടിൽ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടുകളോട് അനുകൂലമാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും മോഡി എടുക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി NDA ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറഞ്ഞപക്ഷം BJP പ്രവർത്തകരായ മോദിയുടെ വലിയ ആരാധകരായ കുറെ പേർക്കെങ്കിലും മോദി താങ്കൾ ഈ പറഞ്ഞതുപോലെയൊക്കെയാണ് മോദി പ്രവർത്തിക്കുന്നതെങ്കിൽ അത് മനസ്സിലാവുന്നില്ല എന്നതാണ്. ഇത് ഇവിടെ ഇപ്പൊ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ വിവാദമാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിയോടുള്ള ഭക്തിയല്ല, മോഡിയോടുള്ള വിരോധമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ കുറെ കോൺഗ്രസ് മോഡി അംഗീകരിക്കുന്നുണ്ട്, ജനങ്ങൾ തെരഞ്ഞെടുത്താണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ 62 ദിവസമായി, കഴിഞ്ഞ നവംബർ 8-ാം തീയതി മുതൽ ഇന്ത്യയിൽ 130 പേര് ജീവൻ നഷ്ടപ്പെടുന്നു. അങ്ങനെ അതിദയനീയമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഈ രാജ്യത്ത് ഉണ്ടായിരിക്കുന്ന, ഡീമോണിറ്റൈസേഷൻ മൂലം ഉണ്ടായിരിക്കുന്ന. അത് മാത്രമല്ല, അത് നടപ്പിലാക്കിയത് എങ്ങനെയാണ്? സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരെ, വിശ്വാസമില്ലാത്ത ക്യാബിനറ്റ് മന്ത്രിമാരെ ക്യാബിനറ്റ് റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചാനലുകളിൽ കൂടി നോട്ട് നിരോധിക്കുന്ന കാര്യം പറഞ്ഞു. ലോക ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? അതൊക്കെ മറക്കുന്നതിന് വേണ്ടി മോഡിയുടെയും അമിത്ഷായുടെയും ബുദ്ധിയിലുണ്ടായ ഒരു കാര്യം ഈ പാവപ്പെട്ട ഹരിയാനയിലെ മന്ത്രിയുടെ വായിൽ കൂടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. എന്റെ അഭിപ്രായം ആ മന്ത്രിയെ പുറത്താക്കണം. നമുക്ക് അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ MP രാജേഷ്, ശ്രീ പന്തളം സുധാകരൻ, അഡ്വക്കേറ്റ് JR പത്മകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തു.